നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കൂടെ നമ്മുടെ തന്നെ ഓൺ ഫ്രണ്ട്സും ഫാമിലീസുമാണ് കൂടെ ചേർന്നത്. അപ്പൊ അതിൽ 2 കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് പ്ലസ് 1-ലും 10th-ലും ഡിഗ്രിയിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച 2 കുട്ടികൾക്ക് നമ്മൾ 2 മൊമെന്റോ ഇവിടെ വെച്ച് സമ്മാനിക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യമായിട്ട് ദേവപ്രിയ പ്രൊഫഷണൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ല പെർഫോമൻസ് വിദ്യാഭ്യാസപരമായി കാഴ്ചവെച്ച ദേവപ്രിയയ്ക്ക് 5700 കോടി രൂപയുടെ പദ്ധതികളാണ് കൊല്ലത്തേക്ക് വരാൻ പോകുന്ന ടൂറിസം മേഖലയിൽ. നിങ്ങൾ വീണ്ടും കൊല്ലത്തേക്ക് വരിക, എസ്തൂരിയെ വീണ്ടും ചൂസ് ചെയ്യുക, മൊമെന്റ്സ് ഞങ്ങളോടൊപ്പം കൂടുക. താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാ യാത്രകളും അങ്ങനെയാണ്. ഏറ്റവും അവസാനം വന്ന് ചേരുന്ന ഒരു സമയത്താണ് ചിലപ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു മുഹൂർത്തം ഒരു മൊമെന്റും നമുക്ക് കിട്ടുന്നത്. അതാണ് മൊമെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ എസ്തൂരിയുടെ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം സന്തോഷമായില്ലേ? അപ്പൊ ഇനി എസ്തൂരിയുടെ എപ്പോഴാണ് ഈ ബോട്ട് യാത്രയിലേക്ക് എപ്പോഴാണ് ഇനി വരുന്നത്? മോനും മോളും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഈ യാത്രയിലേക്ക് വരുന്നു. ഈ സ്നേഹ സമ്മാനം ചേട്ടന്റെ പരാതി തീരൂല. ഫുഡ് അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വീണ്ടും സജസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു. ഒരുപാട് സന്തോഷം. വളരെയധികം ഒരുപാട് കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഓണറുകൾ ഇറക്കിയിരിക്കുന്നത്. ഒരു ആർട്ട് ഗാലറി സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ലൈബ്രറി സെറ്റ് ചെയ്യുന്നുണ്ട്, കായൽ കലാസന്ധ്യ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും ഈ ബോട്ടിലേക്ക് വരുമ്പോൾ ഓരോ അനുഭവമായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൊച്ചിയിലെ ഫിനാലെ പോലുള്ള ചില സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 സൈഡും അതുപോലുള്ള സംഭവങ്ങൾ രണ്ടും ഇതിൻ്റെ താഴെ എല്ലാം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓണർ അജിത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ കൊല്ലത്തുനിന്ന് കയറി കഴിഞ്ഞാൽ ഈ അഷ്ടമുടി കായലിലൂടെ സ്ഥിരം വഴികളിലൂടെ തന്നെ സഞ്ചരിച്ച് പോകുന്ന ഒരു ബോട്ട് യാത്രയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം എത്താറായി പോകുന്നത് എസ്തൂരിയ എന്ന് പറഞ്ഞ ഈ മൊമെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബോട്ട്, ഇതിൻ്റെ പേര് മൊമെന്റ്സ് എന്നാണ്. നിങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരു ഇടമാണിത്. അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4 ലെയർ പ്രൊട്ടക്ഷനുള്ള ബോട്ടാണ് ഈ ബോട്ട്. ഒരു ഷിപ്പ് നിർമ്മിക്കുന്ന അതേ ടെക്നോളജിയിലാണ് ഈ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സേഫ്റ്റി മാത്രമാണ് ഇതിനകത്ത് പരിഗണിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. നിങ്ങളുടെ സമയം നിങ്ങൾ ഇരിക്കുന്നിടത്ത് വേണമെന്നില്ല, പക്ഷേ സാറ് ഇരിക്കുന്നിടത്ത് വേണമെന്നില്ല. തൊട്ടടുത്ത് ഇല്ലാത്ത നമ്പർ ഞങ്ങൾ സ്പെഷ്യൽ പ്രൈസ് 20. അതാണ് അപ്പൊ വീണ്ടും എടുക്കട്ടെ. നല്ലോണം കലങ്ങിയിട്ടുണ്ട് കേട്ടോ. 12 17 നെക്സ്റ്റ് എടുക്കാണ് 41. എന്റെ പേര് ഷെല്ലി, എറണാകുളം തന്നെ, പുത്തൻകുരിശ്. മീൻകറിയും കഴിച്ചില്ലേ? ഇപ്പോഴും നിങ്ങൾ കഴിച്ച കപ്പയും മീൻകറിയും അവിടെ ബാലൻസ് ആണ്. ആ കപ്പയും മീൻകറിയും ഇവിടെ എത്തിച്ചിട്ടില്ല. അത് ബാലൻസ് ആയിട്ട് താഴെ തന്നെ ഇരിക്കുകയാണ്.
നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച കപ്പയെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് വീണ്ടും ഉണ്ടാക്കിയ കപ്പയാണ്. ആ കരിമീൻ ഇപ്പോഴും ഇഷ്ടം പോലെ, ഇപ്പൊ ആർക്കെങ്കിലും കരിമീൻ കഴിക്കണോ? കൊല്ലത്തിന്റെ കരിമീൻ, ഫ്രഷ് കരിമീൻ കഴിക്കണോ? ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട് കരിമീൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരം കരിമീനുണ്ട്. സൺഡേ ആണ്, ചിലര് പറഞ്ഞില്ലേ സൺഡേ അവരുടെ ഒരു ഫണ്ടേ ആണ്. അവര് ഫണ്ണായിട്ട് നിൽക്കുന്ന ദിവസമാണ്. അവര് രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് കിടന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ പാട്ട് മനോഹരമായിട്ട് പാടി, സുഗതം ഈ രാവിലെ അത് മനോഹരമായിട്ട് പാടി. ആദ്യത്തെ പാട്ട് ഇത്തിരി മിച്ചമുണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ പാട്ട് പൊളിച്ചു, മനോഹരമായിട്ട് പാടി. ആ ഒരു സഭാകമ്പം മാറി വന്നപ്പോഴത്തേക്ക് സദസ്സം കൊടുത്തു. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലും അത് പ്രശ്നമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരും, രണ്ടുപേരും പാടിയാൽ മതി. ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിരുന്നു. 52 പേര്. അപ്പൊ അന്ന് ഇങ്ങനെ കരിമീൻ വറുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 50 പേര് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തെ മീൻ തീർന്നുപോയി. പിന്നെ ബഹളായി, ഒച്ചപ്പാടായി, കറികൾ പലതും തീർന്നുപോയി. അത് വെച്ച് ഞാൻ പറയുക, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മീനൊക്കെ ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. ആർക്ക് വേണമെങ്കിലും കരിമീൻ എടുത്ത് ഇഷ്ടംപോലെ കഴിക്കാം. ചിക്കൻ ബാക്കിയുണ്ട്, എല്ലാ ഐറ്റവും. ഫുഡ് നല്ല ഫുഡായിരുന്നു, നല്ല രീതിയിൽ കഴിച്ചു എല്ലാവരും. പറഞ്ഞു നല്ല ബോട്ടാണ്, പുതിയ ബോട്ടാണ്. അപ്പൊ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടു, ഇതിന്റെ പടമൊക്കെ ഇട്ടു. അപ്പൊ ഞങ്ങൾ പോകുന്ന വണ്ടി പുതിയ വണ്ടിയാണ്. അപ്പൊ ബോട്ടും ഞങ്ങൾക്ക് പുതിയതാണ്. എല്ലാവരും ഞങ്ങൾ എത്ര പേര് കളിച്ചില്ലേ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്യണം. ഇനി കളിക്കാത്തവർ മാത്രം നിന്റെ കള്ളക്കട